2007 നമ്മുടെ പി ജയരാജൻ സഖാവ് ഒരു പ്രസ്താവന നടത്തി. അതായത് കട്ടൻ ചായ കുടിച്ച് പരിപ്പൂടയും തിന്ന് താടിയും മുടിയും വളർത്തി നടക്കണമെന്നാണെങ്കിൽ CPM-ന് വേണ്ടി പ്രവർത്തിക്കാൻ ഇനി ആളെ കിട്ടത്തില്ല എന്നാ പറഞ്ഞത്. മറ്റുള്ളവരേക്ക് അതൊരു തമാശയായിട്ട് എടുത്തത്, ഒരു നർമ്മനിമിഷമായിട്ട് കരുതി അങ്ങ് വിട്ടതാ. പക്ഷെ പാർട്ടി CPM അതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തു. പി ജയരാജനെതിരെ പാർട്ടിയിൽ അതിശക്തമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇതേ വർഷമാണ് അന്ന് പി ജയരാജൻ സഖാവ് ദേശാഭിമാനി പത്രത്തിന്റെ ജനറൽ മാനേജറാണ്. ദേശാഭിമാനി പത്രത്തെ നവീകരിക്കുന്നതിലും ഒരു പുതിയ കാര്യത്തിന് പറ്റിയ പത്രമാക്കി മാറ്റുന്നതിലും ജയരാജന് ഒരു വലിയ പങ്കുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അന്ന് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അത്ര നല്ല അഭിമതനല്ല, അല്പം കളങ്കിത വ്യക്തിത്വമാണ്. ഈ ലോട്ടറി മാഫിയയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പി ജയരാജൻ ഒരു 5 കോടി രൂപ വാങ്ങിച്ചു. ഈ 5 കോടി രൂപ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ശാപ്പാടിച്ചു ഒന്നുമല്ല, അല്ലെങ്കിൽ പിന്നീട് വൈദേഹം റിസോർട്ട് ഉണ്ടാക്കിയത് ഈ കാശ് കൊണ്ടൊന്നും അല്ല. ഒന്നുകിൽ അത് ദേശാഭിമാനിക്ക് ചെലവാക്കി കാണും, അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുത്തു കാണും. പക്ഷെ ഇത് വലിയൊരു വിവാദമായി. അപ്പൊ പിന്നെ പാർട്ടി വെച്ചേക്കുമോ? നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെ അനഭിമതരായ ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നവര് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും ഇരുന്നുകൂടാ. ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ജയരാജനെ അങ്ങ് മാറ്റി.